സോണിയാഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചു രാഷ്ട്രപതി ഭവൻ. രാജ്യത്തിന്റെ ഒന്നാം പൗരയും ഭരണഘടനാ തലപ്പത്തുള്ള ആളുമായ ഇന്ത്യൻ പ്രസിഡന്റിനെ അപമാനിക്കും വിധം കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നടത്തിയ പരാമർശം ദൗർഭാഗ്യകരവും പൂർണ്ണമായും ഒഴിവാക്കാവുന്നതുമാണ് എന്ന് രാഷ്ട്രപതി ഭവൻ വിശേഷിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രസിഡന്റ് മുർമു അഭിസംബോധന ചെയ്തിരുന്നു. സമ്മേളനത്തിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ പരിഹസിക്കുന്ന വിധത്തിലായിരുന്നു പ്രതികരിച്ചത്. പ്രസംഗം കഴിഞ്ഞപ്പോൾ രാഷ്ട്രപതി ക്ഷീണിച്ചു പോയി എന്നും രാഷ്ട്രപതി അവസാനം വല്ലാതെ തളർന്നിരുന്നു, അവർക്ക് സംസാരിക്കാൻ പ്രയാസമായിരുന്നുവെന്നും പാവം രാഷ്ട്രപതി എന്നും ഒക്കെ സോണിയാഗാന്ധി പ്രതികരിച്ചിരുന്നു. ഇതിനിടെ രാഹുൽ ഗാന്ധിയും രാഷ്ട്രപതിയെ പരിഹസിക്കും വിധം പെരുമാറിയെന്നും ആരോപണമുണ്ട്. ബോറാണോ, കമന്റ്സ് ഇല്ലേ, വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിക്കുകയാണോ? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമ്മയെ അവരുടെ അഭിപ്രായങ്ങളിൽ സഹായിക്കുന്നത് കേൾക്കാമായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ സോണിയാഗാന്ധിക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുന്നത്. കമന്റുകൾ അപമാനകരമെന്ന് BJPയും അഭിപ്രായപ്പെട്ടു. സോണിയാഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ അഭിപ്രായത്തിന് തൊട്ടു പിന്നാലെ ആരോപണങ്ങൾ നിഷേധിച്ച് രാഷ്ട്രപതി ഭവൻ പ്രസ്താവന ഇറക്കി. ഇതും സോണിയാഗാന്ധിക്ക് വലിയ തിരിച്ചടിയായി. സോണിയാഗാന്ധിയുടെ ആരോപണത്തിൽ സത്യമില്ല എന്ന് രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. രാഷ്ട്രപതി ഒരു ഘട്ടത്തിലും തളർന്നില്ല. വാസ്തവത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ഉള്ളവർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും സംസാരിക്കുന്നത് ഒരിക്കലും മടുപ്പുണ്ടാക്കില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. ഇത്തരം നേതാക്കൾക്ക് ഹിന്ദി പോലുള്ള ഇന്ത്യൻ ഭാഷയിലെ പദപ്രയോഗങ്ങളും വ്യവഹാരങ്ങളും സ്വയം പരിചയപ്പെടാതെ തെറ്റായ ധാരണ സൃഷ്ടിക്കാമെന്ന് രാഷ്ട്രപതിയുടെ ഓഫീസ് വിശ്വസിക്കുന്നു. എന്തായാലും ഇത്തരം അഭിപ്രായങ്ങൾ മോശവും ദൗർഭാഗ്യകരവും പൂർണ്ണമായും മോശവുമാണ് എന്നും സോണിയാഗാന്ധിക്കെതിരെ രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. അതേസമയം ഇത്തരം മോശമായ വിമർശനം ഒഴിവാക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കൾ ഉയർന്ന പദവിയിലും അന്തസ്സിനെ വ്യക്തമായി വ്രണപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാൽ അത് അംഗീകരിക്കാനാവില്ല എന്നും രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. ഇതിനിടെ സോണിയാഗാന്ധിയുടെ മറ്റു പ്രതിപക്ഷ നേതാക്കളുടെയും പരാമർശങ്ങളെ പാർലമെന്ററി കാര്യമന്ത്രി റിജിജു അപലപിച്ചു. മന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെയാണ്: സോണിയാഗാന്ധിയുടെയും മറ്റു പ്രതിപക്ഷ നേതാക്കളുടെയും പരാമർശങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു. ആദിവാസി സ്ത്രീയായ നമ്മുടെ രാഷ്ട്രപതി ദുർബലയല്ല. ദ്രൗപദി മുർമു രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അവരോട് മാപ്പ് പറയണമെന്നും റിജിജു ആവശ്യപ്പെടുന്നു. COVID-19 പാൻഡമിക്, ആഗോള സംഘർഷങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾക്കിടയിലും സമ്പദ് വ്യവസ്ഥയെ പക്ഷാഘാതത്തിൽ നിന്ന് കരകയറ്റുന്നതിനായി സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും രാഷ്ട്രപതി പ്രസംഗത്തിൽ പറഞ്ഞതിനെയും കോൺഗ്രസ് പരിഹസിക്കുകയായിരുന്നു. ഇത്തരം വാക്കുകളുടെ ബോധപൂർവമായ ഉപയോഗം പാവം കോൺഗ്രസ് പാർട്ടിയുടെ വരേണ്യ ദാരിദ്ര്യ ആദിവാസി വിരുദ്ധ സ്വഭാവം കാണിക്കുന്നു. കോൺഗ്രസ് മാപ്പ് പറയണമെന്നാണ് BJP അധ്യക്ഷൻ JP നദ്ദ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപതി ഇന്ത്യയിലെ ദരിദ്രരെയും താഴ്ന്ന ആളുകളെയും ഉൾപ്പെടെ പ്രതിനിധീകരിക്കുന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രപതിയെ ഇപ്പോഴും പരിഹാസത്തിലും വിമർശനത്തിലും നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ചോദിച്ചു. ഗോത്രവർഗക്കാരിയായ പ്രസിഡന്റ് മുർമു ദുർബലയല്ല എന്നും രാജ്യത്തിനായി വിപുലമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അടിവരയിട്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.